സോ ഗൈസ്, നിങ്ങൾ ഇതേപോലെ കാറൊക്കെ എവിടെ നിർത്തിയിടുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാറിന് ആരെങ്കിലും വന്ന് ഹിറ്റ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സൈഡിലാണോ അല്ലെങ്കിൽ ആ ഹിറ്റ് ചെയ്ത ആളെ സൈഡിലാണോ നിയമപരമായിട്ട് ആരാണ് റൂൾ ബ്രേക്ക് ചെയ്തതെന്നുള്ളത് തെളിയിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ പ്രൂഫില്ല, നിങ്ങൾ പല സമയത്തും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. സോ അതിനുള്ള ഒരു പെർഫെക്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഐറ്റം. റെഡ് ടൈഗർ എന്നുള്ളൊരു ബ്രാൻഡിന്റെ F70 എന്നുള്ളൊരു മോഡലാണ് ഇത് വരുന്നത്. ഒരു ഡാഷ് ക്യാം ആണ് വരുന്നത്. അപ്പം പലതരത്തില് മാർക്കറ്റിൽ ഡാഷ് ക്യാംസ് അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അൺബോക്സ് ആയിട്ട് ഒന്ന് കാണിച്ചു തന്നാൽ. സോ യെസ്, ഇത്തരത്തിലൊരു ബോക്സിലായിരിക്കും നമുക്ക് പ്രൊഡക്റ്റ് വരുന്നുണ്ടാവുക. സോ അപ്പൊ നമുക്ക് ഇത്രയും സാധനങ്ങളാണ് ഇതിന്റെ കൂടെ വരുന്നത്. ഇത്രയും സാധനങ്ങളാണ് ഞെട്ടേണ്ട. മെയിൻ ആയിട്ടുള്ള കമ്പോണൻസ് ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്ക് പറഞ്ഞ പോലെ നമ്മുടെ ഫ്രണ്ടിലെ ഗ്ലാസ്സിൽ നമ്മുടെ പില്ലറിന്റെ സൈഡിൽ ഒട്ടിക്കാനുള്ള ഇതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഗ്ലാസിന്റെ സൈഡിലാണ്. ഇതെങ്ങനെയാണ് ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. ഫുൾ ലെങ്ത് അത് ഒരു ഷോർട്ട് ആയതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കാറിന്റെ അകത്തിരിക്കുന്ന വിഷ്വൽസ് ഷൂട്ട് ചെയ്യാനായിട്ടുള്ളതാണ്. ഇത് 1080p റെക്കോർഡിംഗ് നടക്കുക. ഇവിടെ 4K ഈ ക്യാമറ സെൻസർ റെക്കോർഡ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ട്. ഈ ഒരു സ്ക്രീനിലായിരിക്കും നിങ്ങൾക്ക് ബാക്കി കൺട്രോൾസിന്. ഇവിടെ നിങ്ങൾക്ക് കുറെ ബട്ടൺസ് ഉണ്ട്. ഈ ഒരു ബട്ടൺസ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഫുള്ള് കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് മൈക്രോ SD കാർഡ് ഇടാനുള്ളതും പിന്നെ നിങ്ങളെ ചാർജ് ചെയ്യാനുള്ളതും പിന്നെ ബാക്ക് ക്യാമിലേക്ക് കൊടുക്കാനുള്ളതായിട്ടുള്ള സ്ലോട്ടുകൾ കാണാൻ പറ്റും. ഇത് നിങ്ങളുടെ ബാക്ക് ക്യാം വെച്ചാൽ നമ്മുടെ ബാക്ക് സൈഡിലുള്ള ഡാഷിലേക്ക് കണക്ട് ചെയ്ത് നമ്മുടെ ബാക്കിൽ ഗ്ലാസിന്റെ അവിടെ സ്റ്റിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഭാഗമായിരിക്കും ക്യാമറ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഇത് നമ്മൾ ഫ്രണ്ടിൽ ഇപ്പം ഞാൻ കാണിച്ച ഒരു ഭാഗത്തേക്ക് കണക്ട് ചെയ്യാനുള്ള കണക്ടറാണ്. ഇത് ഇത്രയും വലിയ വയറൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കുന്നത്. ഇൻസ്റ്റാളേഷൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെ നിങ്ങൾ വയർ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റിക്ക് ചെയ്തിട്ട് എവിടെ ഹോൾഡ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഹോൾഡറും കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഇതിന്റെ ആവശ്യമില്ല, നമുക്ക് ഹൈഡ് ചെയ്തിട്ട് എടുത്തുള്ള ട്രിക്കൊക്കെ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ കാറിന്റെ അകത്തുള്ള പവർ സോക്കറ്റിലേക്ക് ഇറക്കി വെക്കാനുള്ള പ്ലഗ് ആണ്. ഇതിൽ നിന്നായിരിക്കും നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഫസ്റ്റ് കാണിച്ചത് ഈ ക്യാമിലേക്ക് പവർ സപ്ലൈ കൊടുക്കുന്നത്. ഒരു ടൂളും കൂടെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ കാറിൽ ഹൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ കാറിന്റെ ഒക്കെ ഭാഗത്ത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത്. ഈ ഒരു ടൂൾ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം ഇതൊരു സ്റ്റിക്കറാണ്. ഇപ്പൊ നമ്മൾ ഒട്ടിക്കുന്ന സമയത്ത് അതിന് മേലെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് കൊണ്ട് അപ്ലൈ ചെയ്യാനൊക്കെ യൂസർ മാനുവൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഇതിലും ചീപ്പായിട്ട് കുറെ ഡാഷ് ക്യാംസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ക്യൂബോന്റെ അങ്ങനെ പല ബ്രാൻഡ്സിന്റെ ഉണ്ട്. ഞാനിത് സജസ്റ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ വെച്ചാൽ അത്യാവശ്യം നമ്മൾ കാർ അത്രയും കാശ് കൊടുത്ത് മേടിക്കുന്നതാണ്. അപ്പോൾ അതിൽ വെക്കുന്ന ഒരു സാധനം ഭയങ്കര ലോക്കലായിട്ട് വെച്ചിട്ട് കാര്യമില്ല. ഇതിന്റെ കൂടെ വരുന്നത് 64GB ഒരു SD കാർഡ് ആയിരിക്കും. അത് അപ് ടു 1TB വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും കൂടുതൽ സ്റ്റോറേജ് ആവശ്യമുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് ഈ ഒരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഫോളോ ചെയ്യാനും യൂട്യൂബ് ഹാൻഡിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.